ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ടുഡേയ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 8 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. 8 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓക്കെ, 8 ഒബ്ജക്റ്റീവാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഡെഫിനേഷനിൽ അല്ലെങ്കിൽ മീനിങ്ങിൽ പറയണത് എന്താ, ദി മെയിൻ എയിം, ആ മെയിൻ എയിം ഓർഗനൈസേഷൻ ഡെഫിനേഷനിൽ പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ്. ഫൈൻഡ് വാട്ട് ഈസ് ഡ്രൈവിങ് ഇറ്റ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ഇറ്റ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട് ഇൻ അറ്റൈൻഡ് ബിസിനസ് ഗോൾ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബെസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്? ഓക്കെ, 8 ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. ഒന്ന്, ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഈ 8 ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താഴെ പറയുന്ന 8 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറോട് 8 ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്. ഫസ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. വാട്ട് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ? ഞാൻ ഈ OB പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? നിങ്ങളുടെ ഫൈനൽ ഇയർ സബ്ജക്റ്റിൽ OB റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് ഓരോന്നും ഒരു ടോപ്പിക്കായിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കാം ഒരു ഓർഗനൈസേഷനിൽ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ആറ്റിറ്റ്യൂഡ് ഓഫ് എൻ എംപ്ലോയീസ് ടുവേർഡ്സ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. എൻ്റെ ഓർഗനൈസേഷനോട് എനിക്കുണ്ടാകുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ചിലപ്പോൾ എനിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും, എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും. വെൻ ഐ ജോയിൻ ടു എൻ ഓർഗനൈസേഷൻ ഐ കെയിം വിത്ത് മൈ ഓൾ യൂണീക്ക്നെസ്. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം വെച്ചിട്ടായിരിക്കും ഞാൻ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ എനിക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബേസിക് ക്യാരക്ടറൊക്കെ ബന്ധമുണ്ടായിരിക്കും. അപ്പോൾ ഒരു നല്ല സാറ്റിസ്ഫൈഡ് എംപ്ലോയി മാത്രം നല്ല പോസിറ്റീവായിട്ടുണ്ടാവും, ബിഹേവ് ചെയ്യുള്ളൂ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൾക്ക് സ്ട്രെസ്സ് കുറച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനാണ് ഫസ്റ്റ് പോയിൻ്റ്. നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സാണ് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്? ഒരു എംപ്ലോയിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷന് ഹാമ്പർ ആവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് ടൈപ്പ്, അതായത് നമ്മൾ വൈൽ ഹയറിങ് എ പേഴ്സൺ, നമ്മൾ ജോലിക്ക് പുതിയ ഒരു ബ്ലഡിനെ കയറ്റുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ആളിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്യൂട്ട് ആവുക. അപ്പോൾ ഇത് ഹെൽപ്പ് ടു ഫൈൻഡിങ് എ റൈറ്റ് പേഴ്സൺ എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. ഓക്കെ, ഏതൊക്കെ ഓർഗനൈസേഷനിലെ റൈറ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ടൈപ്പ്, നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇനി ലീഡർ ആവാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ വേണോ, അത് പുറത്തുനിന്ന് ഹയർ ചെയ്യണോ, അങ്ങനെ നല്ല ഏത് ടൈപ്പ് ആളിനെയാണ് എൻ്റെ ഓർഗനൈസേഷനിലേക്ക് വേണ്ടത് അത് ഡിസൈഡ് ചെയ്യാൻ OB മൂലം സഹായിക്കും. അപ്പോൾ നമ്മൾ ഹയറിങ് ടീമിലും HR ടീമിലും OBയുടെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ കൾച്ചർ. വാട്ട് ഈസ് ഓർഗനൈസേഷൻ കൾച്ചർ? ഒരു ഓർഗനൈസേഷൻ കൾച്ചർ, നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചർ ഫ്രെയിം ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ. ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ എന്താ പറയുക, തോട്ട്സും ബിലീഫ്സും ആറ്റിറ്റ്യൂഡും വാല്യൂ സിസ്റ്റം ഒക്കെ എന്താണ്, ദാറ്റ് ഈസ് ഹിസ് പേഴ്സണാലിറ്റി, ടോട്ടാലിറ്റിയാണ് ഹിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ സിസ്റ്റം, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ബിഹേവിയർ, എല്ലാം ആണ് ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പോൾ നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചർ, ഓർഗനൈസേഷനിൽ നല്ല ഓർഗനൈസേഷൻ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് OB നമുക്ക് സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യണമെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് സ്റ്റൈലും മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ്, വിൻ എന്ന സ്ട്രാറ്റജി എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അത് സഹായിക്കും.
നമുക്കറിയാം അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയി ബെറ്റർ ആണ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഡൗട്ടും ഇല്ല. ഇത് പിന്നെ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡെവലപ്പ് ഗുഡ് ലീഡർ, എങ്ങനെയാണ് ലീഡറിനെ ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ അപ്കമിങ് പ്രൊജക്റ്റിന് അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏത് ടൈപ്പ് നമ്മൾ അവരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ആളിനെ നമ്മളെ എംപ്ലോയീസ് അയാളിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണോ. ഇങ്ങനെ എല്ലാം സഹായിക്കും. പിന്നെ ഡെവലപ്പ് ഗുഡ് ടീം, നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ടീം വർക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. അതാണല്ലോ മോട്ടിവേറ്റ് ചെയ്യുക, ടീം വർക്ക് ചെയ്യുക. അതായത് ഇപ്പം എല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഈ പോയിന്റിൽ ഞാൻ പറയണത്, ചിലപ്പോൾ നമുക്ക് നല്ല സ്കോളറായ ഒരു കുട്ടീനെ അയാളുടെ കുട്ടിയുടെ ബയോഡാറ്റ പ്രകാരമൊക്കെ നല്ല പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. പഠിക്കുന്ന കാലത്ത് എല്ലാം ഗോൾഡ് മെഡലിസ്റ്റൊക്കെ ആയിട്ട് പാസ്സാവാം. ബട്ട് ഒരു എംപ്ലോയി ആയിട്ട് ഹയർ ചെയ്യുമ്പോൾ അയാൾക്ക് ജോലി കിട്ടും. പക്ഷെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് പിന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അത് നല്ല ഗുഡ് ടീം പ്ലെയർ ആയിരിക്കണം. അതാണ് ഈ ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. വി ഷുഡ് ബി വെരി ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ്. അതായത് ഞാൻ മുമ്പ് ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെറിയ ഫ്ലെക്സിബിൾ ആവണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നല്ല. റൊട്ടീൻ വേണം, നമ്മൾ നല്ല അഡാപ്റ്റീവ് ആവും വേണം. അപ്പോൾ നല്ല ഗുഡ് ടീമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ സഹായിക്കും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഗുസ്തിയൊക്കെ കൂടുന്നത്. മറ്റുള്ള സ്വഭാവം നമ്മളെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ സ്വഭാവത്തെ വെച്ച് മനസ്സിലാക്കിയിട്ട് എന്താ മാനേജർക്ക് മെയിൻ എയിം, അവരുടെ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവണം. അതിന് തന്നെയാണ് അവരിത് പഠിക്കുന്നത്. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ OB എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എംപ്ലോയീസ് ബിഹേവിയർ വിത്തിൻ ഓർഗനൈസേഷനാണ്. അത് കൺട്രോൾ, ഇമ്പ്രൂവ് ആൻഡ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് ഹയർ പ്രൊഡക്ടിവിറ്റിയും അക്കംപ്ലിഷിങ് ദി ഗോൾ ഓഫ് എൻ ഓർഗനൈസേഷനാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ദി പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് അച്ചീവിങ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് അക്കംപ്ലിഷിങ് ദി ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ OB ഈസ് കൺസേൺ വിത്ത് ദി ഓർഗനൈസേഷൻ ആണ്. ഹൗ ദേ ഇൻട്രാക്ടിങ്, വാട്ട് ഈസ് ദയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ, ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഫൈൻഡ് വേ ടു ഇംപ്രൂവ് ഇൻ എ വേ ടു yield മോസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പഠിക്കുന്ന 8 ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ്സും വൈ നീഡ് ഫോർ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയർ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഇതൊക്കെ കൂടി നിങ്ങൾക്ക് നല്ല ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഓരോ പോയിൻ്റ് പഠിക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് OB എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ ആൻസർ എഴുതാൻ പറ്റും. ഇതിനൊക്കെ സെപ്പറേറ്റ് നോട്ട് എഴുതി വെച്ചോളൂ എന്നാണ് നിങ്ങളോട് പറയണത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിൻറ്റ്സാണ്. അതേസമയം ഈ പോയിൻറ്റ്സിന് ക്ലാരിറ്റി ഉണ്ടേനും. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടി നല്ല ക്ലാരിറ്റിയിലാണ് ഈ നോട്ട്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് നന്നായി, കുറച്ചും കൂടി നല്ല മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കുമല്ലോ, ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി മിസ് എന്ന് പറയും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോയിൻറ്റ്സ് ഇല്ല. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ സ്കോപ്പുണ്ട്. ഓർഗനൈസേഷൻ ബിഹേവിയർ സ്കോപ്പുണ്ട്. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച 2 മെറ്റീരിയലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത മെറ്റീരിയലാണ്. ടെക്സ്റ്റ് ബുക്കിൽ വൈ സ്റ്റഡി ഓർഗനൈസേഷൻ ബിഹേവിയറോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറോ ഇല്ല. ഞാൻ റെഫർ ചെയ്യുന്ന വേണുഗോപാൽ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾ ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്, പരീക്ഷയ്ക്ക് അപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ കാണുന്നില്ല എന്ന് കരുതി ഉഴപ്പരുത്. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ പല കുട്ടികളും എൻ്റെ ഫുൾ ക്ലാസ്, കാരണം എന്തെങ്കിലും ഫുൾ കുട്ടികളുടെ ക്ലാസ് കയറിയിട്ടില്ല. വളരെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ ഫുൾ സ്ട്രെങ്ത്ത് രജിസ്റ്റർ ആയിട്ടില്ല. മോറോവർ നിങ്ങൾ വ്യൂസൊക്കെ നോക്കുമ്പോൾ 1 സിംഗിൾ ഡിജിറ്റിലൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങണേ. പരീക്ഷ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങണേ. ഉഷാറായിട്ട് പഠിക്കണേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞൊരു ഗൂഗിൾ മീറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വയ്ക്കാം. ഓക്കെ, താങ്ക് യു.